നാട്ടുപുറം നമ്മുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞതല്ലേ. മഴ പെയ്യുമ്പോ കാറ്റ്, ഈ പുഴ. ഇത് കാണുമ്പോ നിനക്ക് മണിച്ചിത്രത്താഴിലെ മറ്റേതില്ലേ പഴം തമിഴ് പാട്ട്, ചന്ദ്രക്കാര മാങ്ങ എന്നാ പറയണത് കഴിച്ചത്. പല പല തനിക്ക് ചവിട്ടിക്കണതാ മാങ്ങ പറിച്ചു കൊടുത്തപ്പോ ചന്ദ്രക്കാരൻ സെല്ലുന്ന് വിളിക്കുന്ന ആൾക്കാര്. കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാങ്ങ പറിക്കലാണ് മെയിൻ പരിപാടി. ഇതേ ശ്രീഭൂതപുരത്തിൻ്റെ സ്വന്തം അപ്കമിങ് വ്ളോഗർ കൈസ് സൽമാന. ഇത് ഏതാ സ്ഥലം? മന. ബിനീഫ്ക മാങ്ങയുടെ ആളാട്ടാ. ഇന്നലെ കാറിലിരുന്ന് അഞ്ഞേ തീറ്റിയായിരുന്നു മാങ്ങ. ഇന്നലെ കാണാൻ പറ്റിയായിരുന്നു. കാണിച്ചേ ആ പൊടി. ഇതേ എന്റെ പൊന്നോ, സൂപ്പർ സാധനം. നാച്ചുറൽ അല്ലേ? നാച്ചുറൽ. ഉണ്ടാ കാറ്റത്ത് മാങ്ങ. ചന്ദ്രക്കാര മാങ്ങ എന്നാ പറയണത് കഴിച്ചത്. പല പല തനിക്ക് ചവിട്ടിക്കണതാ മാങ്ങ പറിച്ചു കൊടുത്തപ്പോ ചന്ദ്രക്കാരൻ സെല്ലുന്ന് വിളിക്കുന്ന ആൾക്കാര്. പിന്നെ മുതലാളി ലാസ്റ്റ് പ്രശ്നമാക്കി. വീട്ടില് കേറ്റണല്ല വന്ന ആൾക്കാരൊക്കെ മതിലൊക്കെ പൊളിച്ചെളിയും. പിന്നെ ഇത് കല്ല് വെച്ചെറിയും. കാരണം ഈ സാധനം വീണ് തന്നെ നല്ല ടേസ്റ്റാ, നല്ല മധുരല്ലേ. അല്ല ഇത് ആദ്യമായിട്ടാ കാണണേ ഇത്രയും ചെറിയ, അതായത് ചപ്പിക്കുടിയ മാങ്ങ എന്ന് പറയില്ലല്ലേ ഇത്. അപ്പുറം കിടക്കണതല്ലേ? ചന്ദ്രക്കാര മാങ്ങ എന്തായാലും ഉള്ളിൽ കയറണ്ടോ? അടിപൊളിയാണ്. ഇത് കാണുമ്പോ നിനക്ക് മണിച്ചിത്രത്താഴിലെ മറ്റേതില്ലേ പഴം തമിഴ് പാട്ട്. അതെ ഒരു ഓൾഡ് ഫീൽ ഉണ്ട്. മാങ്ങ എവിടെ നിന്നൊക്കെ ഇറക്കാൻ കോരിക്കൊണ്ട് തന്നെ. നിനക്ക് ഈ 12 പോക്കറ്റുള്ള കാർഗോയൊന്നും കിട്ടിയില്ലേ? അതുണ്ടായിരുന്നു ഈ സുഖായിരുന്നു. നമ്മളെ പുറത്ത് കടയിലൊക്കെ നല്ല മാങ്ങ നമുക്ക് ഇവിടെ കിട്ടും, നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തേക്ക്. പക്ഷെ അതൊന്നും നമ്മൾ പെറുക്കൂല. നമ്മൾ ഈ മരുന്നടിച്ച് പ്രാണിയും കീടവും വരാതിരിക്കാൻ വേണ്ടി മരുന്നടിക്കും. ആ മരുന്നടിച്ച മാങ്ങ 300 രൂപക്ക് 400 രൂപക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നല്ല ക്ലീൻ സാധനമാണ്. ഒരുത്തന അവിടെ നീ ആദ്യമായിട്ടാണ് ആ മാങ്ങ എണ്ണ എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുക. ഇവന്റെ കാര്യം പറഞ്ഞ ഒരു കൊട്ട കഴിഞ്ഞ മാസം ഗൾഫിൽ നിന്ന് അതിന്റെ വാശി തീർക്കുന്നതാന്ന് എനിക്ക് വേണം. പിന്നെ പുള്ളിയുടെ കാര്യം പിന്നെ പറയണ്ട. ഇവിടെ ചപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ വായിലേക്കിട്ട് വിഴുകാ പുള്ളി. ചെറിയ മനുഷ്യനായോണ്ടേ അല്ലേ? പൊന്നോ. അപ്പൊ ഇന്നത്തെ മാങ്ങപറി വീഡിയോ ആയിരുന്നു. മാങ്ങപറി, അതായത് ഭയങ്കര കാറ്റാ വീശണേ. ഭയങ്കര കാറ്റ് വീശുമ്പോ നമ്മൾ ഈ പണ്ടത്തെ ഓർമ്മകൾ ഓർക്കല്ലേ, കല്ലെറിഞ്ഞ് പിടിക്കണ്ട, നേരെ ഇങ്ങോട്ട് ചാടിക്കോളും കാറ്റ് വീശുമ്പോ. ദൂരം മാങ്ങിയാന്നറിയോ? ഇഷ്ടം പോലെ മാങ്ങ, ഇഷ്ടം പോലെ. ആ കുരുകുരുന്നിരിക്കുന്നത് മാങ്ങിയാട്ടതേ. ഇതെന്താ ചപ്പിക്കുടി മാങ്ങിയത്. പൂരം മാങ്ങിയാന്നറിയോ? അവനപ്പം അവിടെ വീണ്ടും അവിടെ നിന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടില്ലേ ഇങ്ങനെയുണ്ടോ ഒരു തീറ്റ? ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകതയാണ്. വേണി ഒന്ന് കണ്ടോ? ഓക്കെ, ഈ വീടും ഈ പുഴയുടെ അവിടെ കണ്ടോ? ഇവിടെ സെല്ലു കഞ്ഞാ കച്ചലാണ്. സെല്ലു കഞ്ഞാ കച്ചല പറയണേ. എന്താ ഭംഗി ആ കാണുന്ന എന്താ? കാറ്റ് വഴിയിലെ കാറ്റ് മൂളണ കാറ്റ് എന്താല്ലേ? ഇപ്പോഴല്ല പാലങ്ങളൊക്കെ വന്ന, പണ്ട് പാലങ്ങളില്ല, ഇതുപോലുള്ള വഞ്ചികളല്ലേ. ഇതുണ്ടോ വഞ്ചി? ഇത്ര സൂമിങ് കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഈ ഏരിയയിലായിട്ടാണ്. മാങ്ങയൊക്കെ കുടിച്ച് എന്നിട്ട് പൊന്നാർ പായസ. നമ്മുടെ നാട്ടുപുറം നമ്മുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞതല്ലേ.
മഴ പെയ്യുമ്പോ കാറ്റ്, ഈ പുഴ. മഴയത്ത് നടപ്പാണ്, മഴയത്ത്. ഇതിപ്പോ കാണാൻ പക്ഷെ ഇന്ന് രാത്രി നീ ഇത് സ്ക്രീനിൽ പോയി കാണോട്ടെ സ്ഥലം ഇതല്ലേ. അവിടെ അത് കടവാണോടാ? അതിപ്പോ ആ വഞ്ചി പോയില്ലേക്കാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കൂടെ കാണുമ്പോ ഇല്ലാട്ടാ അല്ലേ, ലൈവായിട്ട് ഇതൊക്കെ വന്ന് കാണുമ്പോ വേറൊരു ലെവലാ. പിന്നെ ഹെവി ഒരു കസേര ഇട്ട് ഇത് എവിടെയെങ്കിലും ഇരുന്ന് ഒരു ചായ കുടിച്ച്. ആ ടെന്റ് അടിച്ച പൊളിക്കും. കണ്ടില്ലേ എന്താ രസം. അല്ല നിങ്ങൾ ഭാഗ്യവാന്മാരാ, നമ്മുടെ ഏരിയയിലൊന്നും ഇങ്ങനില്ല. ഓരോ ഏരിയയിലും ഓരോ വൈബാന്നുള്ളൂ, നമ്മുടെ ഏരിയയിലില്ല. മല്ലത്തുണ്ട് പക്ഷെ ഇത്രയും ഒരു ഏരിയയിലില്ല. ആ ഒരു വ്യൂ ഒക്കെ അവിടെ, എന്താ വ്യൂ, കിടിലൻ വ്യൂ. സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ് അത്. കടവാണ്, കടവ്.